നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറുനാടൻ സ്പെഷ്യലിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത്തരം ചില വീഡിയോകൾ, അന്വേഷണാത്മക റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ ഇതിൽ സംപ്രേഷണം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മറുനാടൻ ഷാജൻ കോളിംഗ് എന്നതിനെ തലക്കെട്ട് പോലും കൊടുത്തത്. അനേകം മനുഷ്യർ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, അവരവരുടെ പ്രതിസന്ധികൾ എന്നോട് പറയാറുണ്ട്, അതിൽ അന്വേഷണം നടത്താറുണ്ട്, ആ അന്വേഷണത്തിന് ഫലം കാണാറുമുണ്ട്. അങ്ങനെ സാധാരണ മനുഷ്യരുടെ, ആരും സ്വാധീനിക്കാൻ കഴിവില്ലാത്ത ദുർബലരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ കഴിയുമോ എന്നന്വേഷിക്കുന്നൊരു പരമ്പരയായിരിക്കും ഇതിലൂടെ ഞാൻ ചെയ്യുന്നത്. ഇതിൽ ആദ്യം അവതരിപ്പിക്കുന്നത് യാദൃച്ഛികമായി വന്ന ഒരു ടെലിഫോൺ കോളിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാണ്. വാസ്തവത്തിൽ ഇവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ഒരു പ്രശ്നമുണ്ടാവുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടാണ് എന്നെ ഇദ്ദേഹം ബന്ധപ്പെടുന്നത്. സമീദ് എന്നു പേരുള്ള ആലുവക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നെ ഫോണിൽ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉബൈദുള്ള എന്നു പേരുള്ള ഒരു വട്ടിപ്പലിശക്കാരൻ, ആലുവക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായി വിലസുന്നു. സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു വട്ടിപ്പലിശക്കാരനാണ്. ആ ഉബൈദുള്ളയുടെ ക്രൂരതകൾ ലോകമറിയണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വളരെ വിശദമായി തന്നെ എന്നോട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചു. ഈ സമയത്ത് 2,80,000 രൂപ ഉബൈദുള്ളയോട് കടം വാങ്ങുന്നു വട്ടിപ്പലിശയ്ക്ക്. 3 ലക്ഷം രൂപ ഒരു മാസത്തിനകം കൊടുക്കണമെന്നാണ് നിയമം. 2,10,000 രൂപ കൊടുത്തു. പക്ഷെ വീണ്ടും 3 ലക്ഷം രൂപ ചോദിക്കുന്നു. അല്ലെങ്കിൽ ആദ്യം ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് ചെക്കും മുദ്രപത്രവും ഉപയോഗിച്ച് സമീദിനെ കുരുക്കുമെന്ന് അവകാശപ്പെടുന്നു. നിവൃത്തികെട്ട് സമീദ് 3 ലക്ഷം രൂപ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നീട് സമീദ് പോലീസിൽ പോകുന്നു. പോലീസ് സംഗതി അന്വേഷിച്ച് സമീദിന് നീതി കൊടുക്കാൻ നീക്കങ്ങൾ നടത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ ഉബൈദുള്ള തൻ്റെ ഭാര്യയെ കൊണ്ട് ബലാത്സംഗ കേസ് കൊടുപ്പിക്കുകയാണ് സമീദിനെതിരെ. ആ കേസിനെയും എങ്ങനെ സമീദ് കൈകാര്യം ചെയ്തു എന്ന് വിശദമായി പറയുകയാണ്. ഈ കേസ് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ചോദ്യം, സമീദ് പറയുന്നതാണോ ഉബൈദുള്ള പറയുന്നതാണോ ശരി എന്നതായിരുന്നു. ആദ്യം നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. സമീദ് എന്നെ വിളിച്ച് പറഞ്ഞ സംഭവം സമീദിന്റെ വാക്കുകളിൽ തന്നെ നിങ്ങൾ കേൾക്കുക. സാർ, എന്റെ പേര് സമീദ് എന്നാണ്. ഓ, സമീദ് പറയാം. ഞാൻ ആലുവ സ്വദേശിയാണ് സാർ. പറയൂ, എവിടുന്ന്? ആലുവ എന്നാണ് വിളിക്കുന്നത്? അത് വിദേശ കോളാണല്ലോ. അതെ സാർ, അതെ. ഞാനിപ്പോ ഇവിടെ ജോലി അന്വേഷിച്ച ദുബായിലാണ് സാർ. ശരി, പറയൂ സമീദ്, എന്ത് പറ്റി? ഓക്കെ സാറേ, എനിക്ക് 2024 നവംബർ മാസം എനിക്ക് ചില സാമ്പത്തിക പ്രശ്നമായിട്ട് എനിക്കൊരു 3 ലക്ഷം രൂപയോളം ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ? ആലുവയിലായിരുന്നപ്പോഴാണോ? അതെ, ആലുവയിലെ കരിമാനൂർ പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. കരിമാനൂർ. അവിടെ അപ്പൊ നിങ്ങൾ നാട്ടിലായിരുന്നപ്പോഴാണ് പ്രശ്നം? അതെ. നാട്ടിലായിരുന്നപ്പോഴായിരുന്നു പ്രശ്നം. ശരി. അതിനുശേഷം എനിക്ക് 3 ലക്ഷം രൂപയോളം ആവശ്യമുണ്ടായിരുന്നു. പെട്ടെന്നുള്ളൊരു ആവശ്യമായതുകൊണ്ട് എനിക്ക് പല ബാങ്കുകളെ സമീപിച്ച് എനിക്ക് പെട്ടെന്ന് കിട്ടിയിരുന്നില്ല. ഒടുക്കം നിവൃത്തിയില്ലാതെയാണ് ഞാൻ കരിമാനൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന കാരായിക്കുടുത്ത് വീട്ടിൽ ഉബൈദുള്ള എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാരനെ സമീപിക്കുന്നത്. ഉബൈദുള്ള അയാൾ പലിശക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയാം? പലിശക്കാരനാണ് അദ്ദേഹം. പലവർക്കും പലിശ കൊടുക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ സമീപിക്കുന്നത്. 2,80,000 രൂപ അദ്ദേഹം എനിക്ക് കടമായി തന്നു. 3 ലക്ഷം രൂപയാണ് ഞാൻ ചോദിച്ചത്. 2,80,000 രൂപ എനിക്ക് തന്നു. തിരികെ കൊടുക്കുമ്പോൾ 3 ലക്ഷമായി കൊടുക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ 20,000 രൂപയിൽ കൂട്ടി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ശരി. അതിന് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്നിൽ നിന്ന് എന്റെ 2 ചെക്കും എന്റെ ഭാര്യയുടെ 2 ചെക്കും അദ്ദേഹം ഈടായിട്ട് കൈപ്പറ്റി. കൂടാതെ ഒരു മുദ്രപത്രവും അദ്ദേഹം എന്നിൽ നിന്ന് കൈപ്പറ്റി. അതിനുശേഷം പൈസ എഴുതിയില്ല, ബ്ലാങ്ക് ചെക്കാണ് അദ്ദേഹം എന്നിൽ നിന്ന് കൈപ്പറ്റിയിരുന്നത്. അതെന്താണ് നിങ്ങൾ അങ്ങനെ കൊടുത്തത്? നിങ്ങളിപ്പോ നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ ചെക്ക് ഒക്കെ പ്രശ്നമാണ്. അപ്പൊ ഉള്ള പൈസ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പണം ലഭിക്കാനായിട്ട് വേറൊരു വഴികൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പൈസ കിട്ടണമായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. അപ്പുറത്തൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു പോയതാണ്. ശരി, എന്നിട്ട് എന്ത് പറ്റി? 20,000. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും എന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം 2,80,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു. 2,80,000 ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സൗഹൃദപരമായിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒറ്റയടിക്ക് നിനക്ക് 3 ലക്ഷം തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആഴ്ചയിൽ നീ ഇതിന് 30,000 വെച്ചിട്ട് 10 ആഴ്ച തന്നു തീർത്താൽ മതി എന്ന് പറഞ്ഞു. 3 ലക്ഷം രൂപ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് 2.5 മാസം എനിക്കൊരു സാവകാശം കിട്ടും. 3 ലക്ഷം ഒരു മാസത്തേക്കല്ലേ 20,000 രൂപ ചോദിച്ചിരുന്നു. അപ്പം ആഴ്ചയിൽ വരുമ്പോ അല്ല, അദ്ദേഹം അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, ഒരു മാസത്തേക്ക് 20,000 തരണ്ട, ഒരു 2.5 മാസത്തേക്ക്, അതായത് ഒരു 10 ആഴ്ച എന്ന് പറയുമ്പോൾ എനിക്ക് 1.5 മാസം ഒരു സാവകാശം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ അത്ര അമിത പലിശ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചും കൂടി കൺവിൻസ് ആയി അദ്ദേഹത്തിന്റെ
സംസാരത്തില്. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന് 30,000 വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ലൈലയുടെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ മൂത്ത മകളായ ആദിലയുടെ അക്കൗണ്ടിലേക്കും ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസ്ഫർ വഴിയും ഞാൻ 3 ലക്ഷം രൂപ വെച്ച് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു എന്റെ ബാങ്കിൽ നിന്ന്. അങ്ങനെ 7 ആഴ്ച ഞാൻ അദ്ദേഹത്തിന് ഞാൻ 30,000 രൂപ വെച്ചിട്ട് 2,10,000 രൂപ ഞാൻ അടച്ചു. ശരി. 8ാമത്തെ ആഴ്ച ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പൈസ റെഡി ആയില്ല. 8ാമത്തെ ആഴ്ച. അപ്പൊ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 2 ദിവസം സാവകാശം തരണം, എനിക്ക് പൈസ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയം അദ്ദേഹം മുമ്പ് പെരുമാറിയത് പോലെ നല്ല പെരുമാറിയത്, തനി വട്ടിപ്പലിശക്കാരൻ ബ്ലേഡ് മാഫിയ പെരുമാറുന്ന പോലെ എന്നെ വിളിച്ചു. എത്ര ദിവസം? ഒരു ദിവസത്തേക്ക്, അതായത് ഒരു വ്യാഴാഴ്ചയാണ് ഞാൻ വിളിക്കുന്നത്. അതായത് നവംബർ 20 അങ്ങനെ എന്തോ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, ഒരു ദിവസം സാവകാശത്തിന് വേണ്ടിയിട്ട്. ഒരു വ്യാഴാഴ്ച ദിവസം ഞാൻ വിളിക്കുന്നു. അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഭയങ്കര മോശമായ രീതിയിൽ വർത്താനം പറഞ്ഞു. എന്റെ വീട്ടിൽ വരും, എന്റെ വീട്ടിൽ നിന്ന് പോകില്ല, വീട്ടിൽ കയറി കിടക്കും എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള അസഭ്യം പറഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വോയിസ് ഉണ്ട്, ആ വോയിസ് ഉണ്ട് എന്റെ കയ്യില്. ആ വോയിസ് ഞാൻ സാറിന് അയച്ചുതരാം. തരാം. ആ സംഭാഷണം തുടരുകയാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. ഈ വോയിസ് ക്ലിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. ഈ വിഷയത്തിൽ സമീതിന്റെ ഭാഗത്താണ് മെറിറ്റ് എന്ന നിഗമനത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞത് ഈ വോയിസ് ക്ലിപ്പ് തന്നെയാണ്. ഞാൻ ഇതിൽ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഈ വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തെങ്കിലും മറ്റു സംഭാഷണം റെക്കോർഡ് ചെയ്തില്ല എന്നത് പ്രസക്തമാണ്. എങ്കിൽ പോലും ഈ വോയിസ് ക്ലിപ്പിൽ ഒരു കാര്യം ബോധ്യമാകുന്നു, പലിശ ഇടപാട് നടന്നു എന്ന കാര്യം. സമ്മതിക്കില്ല. ഞാനൊന്ന് പറയട്ടെ, ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കണം. ഞാനൊന്ന് പറയട്ടെ, എന്നൊന്ന് പറയാൻ സമ്മതിക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ സമ്മതിക്കൂല. അവൻ സമ്മതിക്കില്ല. ഞാൻ എവിടെ പോപ്പിക്കുക? ഞാൻ 2 വരെ വിളിച്ചു. അവൻ സമ്മതിക്കൂല. അവൻ സമ്മതിക്കില്ല. ഒരു ദിവസം ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നൊരു രാത്രി സമ്മതിക്കില്ല. ഞാൻ എവിടെ പോയി മേടിക്കുക? ഇന്ന് രാത്രി ഒരു ബന്ധത്തിൽ വെച്ചിട്ട് കാര്യമില്ല. എന്റെ ആവശ്യമൊന്നും എടുത്താ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താണ്. ഒരു ദിവസം ശ്രദ്ധിക്കുക, നാളെ ഞാൻ ഫുള്ള് തരാന്ന്. സമ്മതിക്കൂല. അവൻ ഒന്നിക്കാകൊന്ന് പറഞ്ഞ അവനൊന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റൂലേ? ഒന്ന് പോകുന്നത് എനിക്ക് പ്രാന്തിമാര് കാശ് മേടിച്ചു ഒരു കോപ്പിലോട്ടാണ് പറയണം. കോപ്പിലാണ് പറയും. അത് സമ്മതിക്കുന്ന നിന്റെ എനിക്കറിയാവനാ, അത് സമ്മതിക്കൂലെന്ന് പറയണ. ഒരു ദിവസം ക്ഷമിക്കുക, എന്റെ ഇല്ലാത്തോണ്ട് ഞാനൊന്ന് പറയട്ടെ. ഞാനിപ്പോ 4-5 പേരെ ഞാൻ വിളിച്ചു ഉപയോഗിക്കാം. ഒരു രക്ഷയില്ലാത്ത വിളിച്ചാലും നടക്കുന്ന സമയത്ത് അവൻ 30 ഇട്ട് കൊടുക്കുക. ഒരു രക്ഷയില്ല. നീ ആരും നാളെ ഞാൻ ഉപയോഗിക്കാക്ക് 3:34 ഞാൻ ഇട്ടുതരാന്ന്. 3:30 ഞാൻ ഇട്ടുതരാന്ന്. ഉപ്പിട്ട് കൊടുക്കുന്നേ ഉപയോഗിക്ക. ഇപ്പൊ എന്റെ അടുത്ത് ഇല്ല ഉപയോഗിക്കാം. ഞാൻ പറയണമെന്ന് കേക്ക്. ഞാനിപ്പോ ഒരു 3-4 പേരെങ്കിലും ഞാൻ വിളിച്ചു ഉപയോഗിക്കാം. ഒന്നും മനസ്സിലാക്കുക. ഞാനിപ്പോ ഒരാഴ്ച പോലും മുടക്കാതെ നമ്മൾ 1.80 അടച്ചില്ല. ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ സമയത്ത് എനിക്കറിയേണ്ട കാര്യമില്ലാന്ന് പറയല് ഉപയോഗിക്കാം. നമ്മൾ 1,80,000 നമ്മൾ പലിശ അടച്ചില്ല ഒരു മാസം. അത് സമ്മതിക്കൂല. അവൻ ഒരു ദിവസം ഉപയോഗിക്കാത്ത ഒരു ബന്ധത്തിന്റെ പുറത്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ ചോദിക്കണത്. സമ്മതിക്കൂല. സമീതി പുറത്ത് എന്റെ അടുത്ത് പറയരുത്. സമീത എന്റെ അടുത്ത് പുറത്ത് സമ്മതിക്കൂല. എന്നിട്ട് പിന്നെ പറയല്ല, എനിക്ക് അവനറിയാം. ആ സമ്മതിക്കൂല. ഇപ്പൊ ഞാൻ ആരുടെ അടുത്ത് ചോദിക്കും ഉപയോഗിക്കാം? അത് എനിക്കറിയേണ്ട കാര്യം സമീത, എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്കൊന്നും എനിക്കറിയേണ്ട കാര്യം. നാളെ ഒരു 4 മണി എനിക്ക് സമയം തരുമെങ്കിൽ ഞാൻ ഫുള്ള് സമ്മതിക്കും. നമ്മൾ ഇതൊക്കെ എങ്ങനെ ഒരു ഇടപാട് തീർക്കാലോ ഉപയോഗിക്കാം? പറയണത് എനിക്ക് ഉപയോഗിക്കാം. ഞാനുണ്ടല്ലോ ഉപയോഗിക്കാം. നമ്മള് പൈസ ഞാൻ ഇന്ന് ഒരുത്തന്റെ നിന്റെ വീട്ടിലേക്ക് നമ്മള് പറഞ്ഞു പോവാൻ പറ്റും. ഉപയോഗിക്കാം. ഒരു ദിവസം ക്ഷമിക്കും, നാളെ ഞാൻ ഫുള്ള് തരാന്ന് പറഞ്ഞില്ലേ? നീ പൈസ ക്ഷമിച്ചാൽ എന്നെ തെരുവെന്ന് പറയണം. എന്നെ പച്ച തെരുവെന്ന് പറയാൻ നിനക്ക് മനസ്സിലായില്ലേ? നിനക്കൊക്കെ എനിക്ക് കാശ് നോക്കിയിട്ടില്ല. നിനക്ക് കാശ് പറഞ്ഞു തന്നാ പിന്നെ ഒരു ദിവസം ഒന്ന് സാവകാശം ഉപയോഗിക്കാം. ഞാൻ ഒരു മാസം പോലും ഞാൻ തെറ്റിച്ചില്ലല്ലോ ഉപയോഗിക്കാം. ഇന്നേ വരെ ഒരെണ്ണം ഞാൻ ഉപയോഗിക്കപ്പോ പറയണം. ഞാൻ ഒരുത്തനോട് ചോദിച്ചു കിട്ടിയില്ല ഉപയോഗിക്കാം. നീ കാശ് ഉപയോഗിക്കാം. ഞാനൊരു 3-4 പേര് വിളിച്ചു ഉപയോഗിക്കാം. എനിക്ക് 30,000 തന്നില്ല സമയത്ത് നിന്റെ വീട്ടിൽ നിന്നാ അറിയില്ലട്ടാ. എന്നെ വാപ്പാനാണത്. ഞാൻ വലിയ പൈസ മേടിച്ചാൽ അവൻ സമ്മതിക്കുന്ന ഞാൻ പറയാം. എന്നെ ചീത്ത പറയാൻ ആ സമ്മതിക്കുന്നത് സമ്മതിക്കൂല.
അതുകൊണ്ട് ഞാൻ പറയണേ ഇവക്ക് വീട്ടിലൊക്കെ വന്ന് ഞാൻ ഒരു അറിയും ഞാൻ എത്ര രൂപ എടുത്തു മാസം ആഴ്ചയിൽ എത്ര രൂപ പലിശ അല്ലെന്ന് വീട്ടിലേക്ക് വന്ന പ്രശ്നം അറിയാമോ ഈ ആഴ്ചയിൽ 30,000 എന്നുള്ള പലിശക്ക് അറിയും മനസ്സിലായില്ലേ അത് ആകെ സീനാവും അതല്ല ഞാൻ പറഞ്ഞു ഞാൻ വെച്ചാൽ ഉബിക്കാക്ക് നമ്മൾ ഇത്ര ദിവസം ഒരു ഇക്കാക്ക് പറഞ്ഞ ഒരു ഡേറ്റ് പോലും ഞാൻ തെറ്റാതെ സംസാരമില്ല ഞാൻ വീട്ടിലേക്ക് ഇതിനുശേഷം സമീത് സംഭാഷണം തുടരുകയാണ്. വ്യാജ പീഡന കേസിൽ പോലും പ്രതിയായതും അവിടെ നിന്ന് ഊരിയതും എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. പിറ്റേ ദിവസം ഞാൻ ഇദ്ദേഹമായിട്ടുള്ള മുന്നോട്ടുള്ള എന്റെ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ള 90,000 രൂപ ബാലൻസ് 90,000 രൂപ ഞാൻ ഉടനെ തന്നെ തന്നേക്കാം, എനിക്ക് നിങ്ങളായിട്ട് മുന്നോട്ട് യാതൊരുവിധ ഡീലിങ്സിനും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇദ്ദേഹത്തിനോട്. അപ്പൊ ആ സമയം ഇദ്ദേഹം എന്നോട് പറഞ്ഞു 90,000 അല്ലല്ലോ, നീ എന്റെ കയ്യിൽ 2,80,000 മേടിച്ചു, തിരികെ തരുമ്പോൾ 3 ലക്ഷം തരാനല്ലേ പറഞ്ഞത്, എനിക്ക് തിരിച്ചു 3 ലക്ഷം രൂപ തന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പൊ ഞാൻ തന്നെ ഈ 2,10,000 എന്ത് ചെയ്യുന്നു ചോദിച്ചു. പുള്ളി പറഞ്ഞു അതൊക്കെ പലിശ പോയെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പൊ അങ്ങനെ തരില്ല, പൈസ ഞാൻ തരില്ല, നിങ്ങൾ എന്നാ ചതിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നീ തരണ്ട, നീ തന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ചെക്കും എന്റെ ചെക്കും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അവൻ ആ ചെക്ക് കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യും, ബ്ലാങ്ക് ചെക്ക് ആണ് പ്രസന്റ് ചെയ്യും, നിന്റെ വീടും പറമ്പും ഞാൻ എഴുതി മേടിക്കും, അങ്ങനെയുള്ള രീതിയിലേക്ക് എന്നെ പ്രസന്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പൊ ഒരു ഗർഭിണിയായ എന്റെ ഭാര്യ ഇനി ഒരു മുന്നോട്ട് പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറേണ്ടി വരും എന്നുള്ള ഭയത്താല് ഞാൻ പിറ്റേ ദിവസം തന്നെ വേറൊരു ഇത് വഴി എന്റെ വേറൊരു 3 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ ഞാൻ വിളിച്ചിട്ട് ആലുവ പറവൂർക്കാവിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു ക്യാഷ് റെഡി ആയിട്ടുണ്ട്, പറവൂർക്കാല വന്നാൽ ക്യാഷ് വരാമെന്ന് പറഞ്ഞു 3 ലക്ഷം രൂപ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വീട്ടിലേക്ക് വരൂ, വീട്ടിലാണ് എന്റെ ചെക്കും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്, വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ഫാദറിന്റെ അനിയനും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന സമയം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരെ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ഇത്രയും പൈസ എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഇവന് ചതിയിൽ പെടുത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിയമപരമായിട്ട് പോരാടാൻ വേണ്ടി. അതിലേക്ക് മുമ്പ് എനിക്ക് 3 സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ എന്തിനാണ് ഈ 2,10,000 കൊടുത്ത് പിന്നെ 90,000 കൊടുക്കാനുള്ള ആൾക്ക് നിങ്ങൾ എന്തിനാണ് പിന്നെയും 3 ലക്ഷം കൊണ്ട് കൊടുത്തേ? സാറേ അത് ഞാൻ 3 ലക്ഷം കൊടുക്കില്ലാതെ ഞാൻ ഇവനോട് തർക്കിച്ചായിരുന്നു. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്റെ ഭാര്യയുടെ ചെക്ക് പ്രസന്റ് ചെയ്ത് അതിൽ കൂടുതൽ എമൗണ്ട് എഴുതിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ ത്രെട്ടൻ ചെയ്തു. ഇവൻ എന്റെ ചെക്ക് അവന്റെ കയ്യിൽ ഇരിക്കും. ഞാൻ പേടിച്ചു പോയി. നിങ്ങൾക്ക് പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ലേ? പാർട്ടിക്കാരോ പള്ളിക്കാരോ ഒന്നും ഇല്ലായിരുന്നു? ഇവൻ സാർ എനിക്കതുണ്ടാവും. ഞാൻ ആ വഴി മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ കരുമാനൂർ പഞ്ചായത്തിന്റെ 11ാം വാർഡിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. ശരി. പറയുന്നത് ഇവൻ അവിടെ പറഞ്ഞു നടക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന സ്ഥാനങ്ങളിലുള്ളവർക്ക് എല്ലാവരും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾ അവരുടെ സംഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? മറ്റു സംഭാഷണങ്ങളൊക്കെ പിന്നീട്? ഇല്ല സാർ, ഞാൻ ഈ പൈസ കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് മനസ്സിലായി ഇവനായിട്ട് സംസാരിക്കേണ്ടെന്ന് മനസ്സിലായി. ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ആലുവ റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ഞാൻ പരാതി കൊടുത്തു, റൂറൽ SP-ക്ക്. അല്ലല്ല, അതിന് മുമ്പ് ഞാൻ ചോദിക്കേണ്ടത്, നിങ്ങൾ അയാളെ വിളിച്ചിട്ട് അയാൾ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ 3 തരണമെന്നൊക്കെ പറഞ്ഞില്ലേ? ആ സംഭാഷണം നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ല? ഇല്ല, അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല സാർ. ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. അത് ചെയ്യണ്ടേ? മറ്റേ തെറി വിളിച്ചൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്തല്ലേ? അപ്പൊ ഇത് ചെയ്യണ്ടേ? അത് ചെയ്യാൻ ഇതില്ല സാർ. അതിനുശേഷം ഞാൻ നേരെ കൊണ്ടിട്ട് SP-ക്ക് പരാതി കൊടുത്തു. SP-ക്ക് ഞാൻ പരാതി കൊടുത്തു. SP നേരെ SP വൈഭവ് സക്സേനയായിരുന്നു. വൈഭവ് സക്സേന. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക്, ഞാൻ അദ്ദേഹത്തിന് പരാതി കൊടുത്തപ്പോൾ അദ്ദേഹം നേരെ മണി ഇൻട്രസ്റ്റ് ആക്ട് പ്രകാരം, കുബേര ആക്ട് പ്രകാരം അദ്ദേഹം FIR ഇടാനായിട്ട് നിർദ്ദേശിച്ചു കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു മൊഴി കൊടുക്കാനായിട്ട്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. പിറ്റേ ദിവസം ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്ത് CI സാർ മഞ്ജുനാഥ് സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. CI സാറിനെ ഞാൻ കണ്ടു. കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം നേരെ പരാതി വായിച്ചു നോക്കി. SP കൊടുത്ത പരാതി വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കേസ് എടുക്കാൻ പറഞ്ഞു. അവർക്കെതിരെ കുബേര ആക്ടിൽ കേസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു SI പോലീസ് നേരെ ഉബൈദുള്ളനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉബൈദല്ലേ, ഇത് ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്കെതിരെ സമീതിന്റെ പരാതിയിൽ കേസ് എടുക്കാനായിട്ട് SP നിർദ്ദേശിച്ചിട്ടുണ്ട്, നാളെ രാവിലെ ഒന്ന് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഇതറിഞ്ഞ ഉബൈദ് അന്ന് വൈകുന്നേരം തന്നെ വൈരാഗ്യ ബുദ്ധിയോടെ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലൈലയുമായിട്ട് സ്റ്റേഷനിൽ പോവുകയും രാത്രി 11 മണിക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട്, അതായത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് മൊഴി കൊടുപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ FIR ഇടിപ്പിച്ചു. അല്ല, അപ്പൊ നിങ്ങൾ ഇട്ട പരാതിയിൽ രാവിലെ FIR ഇട്ടായിരുന്നു? രാവിലെ ഇട്ടു? ഇല്ല, എന്റെ പരാതിയിൽ പിറ്റേ ദിവസം FIR ഇടാൻ വേണ്ടി പോയത്. അവനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം അവനിക്കെതിരെ FIR ഇടുമെന്ന് മനസ്സിലാക്കി ഉബൈദ് അന്ന് രാത്രി തന്നെ അവന്റെ ഭാര്യനെ കൊണ്ട് പോയിട്ട് FIR ഇടിപ്പിച്ചു. ശരി. എന്നിട്ടോ പിറ്റേ ദിവസം ഞാൻ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ അറിയുന്നത് എനിക്കെതിരെ തലേ ദിവസം ഭാര്യ ഇങ്ങനെ FIR ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നത്. നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ ഞാൻ നേരെ SP ഓഫീസിൽ ചെന്നു. അഡീഷണൽ SP കൃഷ്ണൻ സാറിനെ കണ്ട് സംസാരിച്ചു. കൃഷ്ണൻ സാറിനോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കൃഷ്ണൻ സാറിന് മനസ്സിലായി ഇത് ഫേക്ക് കേസാണെന്ന് മനസ്സിലായി. കൃഷ്ണൻ സാർ പറഞ്ഞു നീ നേരെ ചെന്നിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് മൊഴി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ അങ്ങനെ സ്റ്റേഷനിൽ ചെന്നു.
മൊഴി കൊടുത്തു. എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉബൈദുള്ള 1-ാം പ്രതി, ഉബൈദുള്ളയുടെ ഭാര്യ 2-ാം പ്രതി, മൂന്നാം പ്രതിയായിട്ട് ഉബൈദുള്ളയുടെ മകൾ, 3 പേരും ചേർത്ത് കുബേര ആക്ടിൽ അവർ കേസ് എടുത്തു, എഫ്ഐആർ ഇട്ടു. എന്റെ കേസ് അവർക്ക് ഫേക്ക് കേസാണെന്ന് മനസ്സിലായി. കാരണം ഈ ഉബൈദുള്ള എന്ന് പറയുന്ന വ്യക്തി മുമ്പും പലതവണ 2022 സമാനമായ രീതിയിൽ ആലോ ഭാഗത്തുള്ള മനാഫ്, മൻസൂർ എന്ന് പറയുന്ന 2 വ്യക്തികൾക്കെതിരെ പണമിടപാടുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അമ്മയെയും കൊണ്ട് എഫ്ഐആർ ഇടിപ്പിക്കുകയാണ്. ഈ സെയിം സ്റ്റേഷനിൽ ഇദ്ദേഹം 2022 എഫ്ഐആർ ഇടിപ്പിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ. പോലീസിന് അത് മനസ്സിലായി, ഇതും റേപ്പ് കേസ് കൊടുത്തേക്കുന്നത് ഫേക്ക് കേസാണെന്ന് മനസ്സിലായി. അതിനുശേഷം പോലീസ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ കേസ് ഫേക്ക് കേസായിട്ട് ഫോൾസ് കേസായിട്ട് റെഫർ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസുകാർ എന്റെ ടവർ ലൊക്കേഷൻ, ഈ പെണ്ണിന്റെ അടിസ്ഥാനത്തിൽ റേപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ടവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ വർക്ക് സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്താണ്. പിന്നെ അതുകൂടാതെ അവർ അവിടുത്തെ CCTV ക്യാമറകൾ എടുത്തു. അതുകൂടാതെ ഈ ലൈല പീഡനം നടന്നു പറയുന്ന സമയത്ത് ലൈല എന്ന് പറയുന്ന വ്യക്തി ലൈലയുടെ മകള് KMA കോളേജിൽ പാരന്റ്സ് മീറ്റിംഗിന്റെ അവിടെ അന്ന് സൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ലൈല. ഈ തെളിവുകളെല്ലാം പോലീസുകാർ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് മീഡിയയിൽ പോകും, ഞാൻ സമൂഹത്തോട് ഇത് അറിയിക്കും എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും. അപ്പൊ എന്നോട് പറഞ്ഞ അവർ കോടതിയിലേക്ക് ഇത് റെഫർ ചെയ്ത് കളഞ്ഞിട്ടില്ല, റെഫർ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ മീഡിയയിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇതിപ്പോ 3ാമത്തെ വ്യക്തിമാണ് ഞാൻ, ഉബൈദുള്ളയുടെ 3ാമത്തെ ഇരയാണ് ഞാനിപ്പോ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ 4ാമത് ഒരാളോടും ഇയാൾ ഇതേ രീതിയിൽ തന്നെ പെരുമാറും. അതിനുശേഷം ഇപ്പൊ അത് റെഫർ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ആലു SP മാറി, ഇപ്പൊ ഹേമലത മേഡമാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് മേടിച്ച പൈസ തിരിച്ചു കിട്ടാൻ സാധ്യത ഉണ്ടോ? അതിപ്പോ ഓൾറെഡി എന്റെ കേസിൽ കുബേര കേസിൽ എഫ്ഐആർ ഇട്ട് എന്റെ കേസിൽ അവർക്ക് ഇപ്പൊ ജാമ്യം കിട്ടി. എന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. പദവി തന്നെ ഉണ്ടോ? അതെ, ഇയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ പദവിയിലുണ്ട്. പല പരിപാടി ഇയാൾ പങ്കെടുക്കുന്നുണ്ട്. VD സതീശനെ ഞാൻ 3 പ്രാവശ്യം കോളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ VD സതീശന്റെ ഗൺമാനാണ് ഫോൺ എടുത്തത്. ഗൺമാനോട് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോഴും VD സതീശൻ പല പരിപാടികളിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അൻവർ സാദത്ത് MLA ഓഫീസിൽ പോയി അൻവർ സാദത്ത് MLA നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അൻവർ സാദത്ത് എന്നോട് പറഞ്ഞത്, ഈ ധൈര്യമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ യാതൊരു സപ്പോർട്ടും ഉബൈദിന് കൊടുക്കില്ല, ഇതിന് മുന്നേ ഇതുപോലെ പെണ്ണുങ്ങളെ വെച്ചിട്ട് പീഡന കേസ് കൊടുക്കുന്നത് ഉള്ളതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ KPCC പ്രസിഡന്റ് ഷിയാസ് ഖാനെ വിളിച്ചു. ഷിയാസ് ഖാൻ ഞാൻ എല്ലാ തെളിവുകളും അയച്ചു കൊടുത്തു, എനിക്കെതിരെ പറയുന്ന തെളിവുകളും ഇവന്റെ എഫ്ഐആറുകളും. ഷിയാസ് നേരെ അത് കരിമാലൂർ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് നന്ദകുമാറിന് അയച്ചു കൊടുത്തു. നന്ദകുമാർ എന്നോട് പറഞ്ഞ മറുപടിയാണ് അതിലും അത്ഭുതം. എന്നോട് പറയുന്നത്, കോൺഗ്രസ്സുകാരാകുമ്പോൾ കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, രാഷ്ട്രീയക്കാരല്ലേ, പക്ഷെ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് കുറച്ച് തടസ്സമുണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് സമൂഹത്തിനോട് അറിയിക്കണം സാർ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിന്. അതെ, ഉബൈദുള്ള. അയാളുടെ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ട് സാർ. ഒന്ന് എനിക്ക് ഇട്ട് തരണേ. ഞാൻ ഇട്ട് തരാം സാർ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സമീത് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉബൈദുള്ളയെ വിളിച്ചു. ഉബൈദുള്ള എല്ലാം നിഷേധിക്കുകയാണ്. ഉബൈദുള്ള പറയുന്നത് സമീദും ഉബൈദുള്ളയും പരിചയക്കാരാണ്. സമീദ് ഒരു ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയതിന്റെ പേരിൽ ഉബൈദുള്ള നിന്ന് പണം വാങ്ങിയിരുന്നു. അതാണ് തിരിച്ചു കൊടുത്ത പണം എന്നാണ് പറയുന്നത്. ഉബൈദുള്ളയുടെ സംഭാഷണം കേൾക്കുക. ഉബൈദുള്ളയാണോ? അതെ. നമസ്കാരം ഉബൈദ, ഞാനേ മറുനാടൻ മലയാളി ഷാദൻസ്കറിയാണേ. പറഞ്ഞോ ഉബൈദ, എനിക്ക് ഒരു കോള് വന്നായിരുന്നു. ഒരു അയാളുടെ പേര് ഞാൻ പറഞ്ഞു, വസീമോ കണ്ട. അയാളോട് നിങ്ങള് ഒരു 3 ലക്ഷം രൂപ, 2,80,000 രൂപ നിങ്ങൾ ഒരു മാസത്തേക്ക് 3 ലക്ഷം രൂപ എന്നൊരു പലിശയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം 30,000 രൂപ വെച്ചാൽ 2,10,000 രൂപ 7 ആഴ്ച കൊണ്ട് തരുന്നു. പിന്നീട് നിങ്ങൾ വീണ്ടും 3 ലക്ഷം രൂപ കൂടെ ചോദിച്ചു. അയാൾ പേടിച്ച് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് മേടിച്ചു തരാൻ അയാളോട് 3 ലക്ഷം തന്നു. എന്നിട്ട് അയാള് നിങ്ങൾക്കെതിരെ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ നിങ്ങൾ ഭാര്യയായിട്ട് കൊണ്ട് നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഭാര്യ നിങ്ങളെ പീഡിപ്പിച്ച് നിങ്ങൾ കേസ് കൊണ്ട് കൊടുക്കുന്നു. ആ കേസ് അന്വേഷിച്ചത് കള്ളക്കേസെന്ന് തെളിഞ്ഞ് ഇത്തരം പറഞ്ഞു. ഇതിനകത്ത് വാസ്തവം ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ സാറേ. ഇതിലൊന്നും വാസ്തവമില്ല. എന്റെ അടുത്ത് ഇവന് ഓൺലൈൻ ട്രേഡിംഗ് എന്നും പറഞ്ഞ പൈസ മേടിച്ച്. ഓൺലൈൻ ട്രേഡിംഗ് എന്നും പറഞ്ഞേ എന്റെ അത് പൈസ മേടിച്ചവൻ ഓൺലൈൻ ട്രേഡിംഗ് പറഞ്ഞോ. എന്നിട്ട് ഇവന് എനിക്ക് പൈസ തന്നില്ല, ക്യാഷ് എനിക്ക് തന്നില്ല. അല്ലാതെ കടം 2,80,000 രൂപ കൊടുത്ത ഓൺലൈൻ ട്രേഡിംഗിനായിരുന്നോ? ഓൺലൈൻ ട്രേഡിംഗിന് ക്യാഷ് മേടിച്ചത് എന്റെ അടുത്ത് ഇവൻ എന്നെ പറ്റിച്ചതാ സാറേ. അല്ല, എന്നിട്ട് 30,000 രൂപ വെച്ചാൽ 7 ആഴ്ച തന്നെന്ന് പറയുന്നേ? ഇല്ല സാറേ, കാശ് തന്നിട്ടില്ല. തന്നിട്ടില്ല സാറേ. എന്നെ അവൻ കള്ളക്കേസ് കൊടുത്ത് അവൻ വെറും ഫ്രോഡാ. ഒരു സെക്കൻഡ് അവൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ടല്ലോ.
സാറേ അവൻ എന്റെ വായ്പ മേടിച്ച കാശാണ്. അവൻ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇവന്റെ അടുത്ത് എനിക്ക് ക്യാഷ് എന്റെ ക്യാഷ് എന്തെങ്കിലും പറയുമ്പോൾ അവൻ കുറേശ്ശെ പൈസ ഇട്ടാണ് എനിക്കത്. ഒരു സെക്കൻഡ് ഉപയോഗിച്ചല്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ഓൺലൈൻ ട്രെയിനിങ് കൊണ്ട് കാശ് മേടിച്ചു തോന്നി, ഇപ്പൊ പറഞ്ഞു വായ്പ മേടിച്ചു തോന്നി. അതിലേതാ വാസ്തവം? സാറേ ഓൺലൈൻ ട്രെയിനിങ് പൈസ മേടിച്ചത് എന്റെ എത്ര? 2,80,000. 3 ലക്ഷം രൂപ മേടിച്ചിരുന്നേ. 20,000 അവർക്ക് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്ത്, ബാക്കി 2 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത്. അതിനു മുമ്പ് എനിക്ക് 1.5 ലക്ഷം 1.80 എനിക്ക് തരാണ്ടായിരുന്നു. അതെങ്ങനെ? അത് ഓൺലൈൻ അതെങ്ങനെ ബാങ്ക് വഴിയാണോ അത് കൊടുത്തത്? അല്ല, ഞാൻ അവർക്ക് കൊടുത്ത് ക്യാഷ് ആയിട്ട് കൊടുത്താ. അത് നേരത്തെ കൊടുത്ത ക്യാഷ് ആയിട്ടാണ്? ഞാൻ നേരത്തെ ക്യാഷ് ആയിട്ട് എനിക്ക് കൊടുത്തത്. എന്റെ വീട്ടിലൊന്നും ക്യാഷ് ആയിട്ട് മേടിച്ചതാ. പിന്നെ ഇപ്പൊ ഈ 2,80,000 അക്കൗണ്ട് വഴി കൊടുത്തോ? അക്കൗണ്ട് വഴി കൊടുത്തത് ട്രേഡിംഗ് എന്നും പറഞ്ഞു. അവനിതെല്ലാം കൂടി ഇട്ട് എനിക്ക് ലാഭം തരാന്ന് പറഞ്ഞവൻ. അവനിക്ക് ലാഭം കിട്ടും, അപ്പൊ കുറച്ച് ലാഭം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അല്ലാതെ അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞേ, നീ ഒരു പണി എനിക്ക് ആ 1,80,000 നീ മേടിച്ചിട്ടുണ്ട്, അതെനിക്ക് ക്യാഷ് തരാൻ പറഞ്ഞു ആദ്യം. അതിന്റെയൊക്കെ റെക്കോർഡ് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ട്? ഈ 1,50,000 കാശ് മേടിച്ചു തരാൻ പറഞ്ഞ റെക്കോർഡ് വല്ലതും ഉണ്ടോ? ഇല്ല സാറേ, എന്റെ ഇല്ല. നമുക്ക് റെക്കോർഡിംഗ് ഇല്ല ഫോണില്. അല്ല, ഞാനൊരു കാര്യം, അപ്പൊ ഇവന് 7 ആഴ്ച നിങ്ങൾക്ക് 30,000 വെച്ച് 2,10,000 പിന്നെ ഒരു 3 ലക്ഷം കൂടെ തന്നിട്ടുണ്ട് അവനില്ലേ? അത് എന്റെ മേടിച്ച ക്യാഷാണത്. അല്ല, മേടിച്ചത് ആദ്യം 1.5 ലക്ഷവും പിന്നെ 2,80,000 ആയിരുന്നു. 1,70,000 ചില്ലാൻ രൂപ എന്റെ ക്യാഷ് മേടിച്ചു. 1,75,000 രൂപ അതിനകത്ത് മേടിച്ചത് ആദ്യം. അതിന് പക്ഷേ മേടിച്ചതിന്റെ തെളിവുണ്ടോ? ഇല്ല, ഒന്നുമില്ല സാറേ. ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്ത സാറേ, ഞാൻ ക്യാഷ് ആയിട്ടാ എനിക്ക് കൊടുത്തത്. നിങ്ങൾ അവനോട് മുദ്രപത്രമായിട്ട് ചെക്ക് മേടിച്ചെന്നും മുദ്രപത്രം മേടിച്ചെന്നും പറയുന്നു. ഒന്നും മേടിച്ചിട്ടില്ല, ഒരു സാധനം ഞാൻ മേടിച്ചിട്ടില്ല. ഒന്നും മേടിച്ചില്ല. അവൻ എന്റെ കൂട്ടുകാരനാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ കൊടുത്താണ് അവന് വിശ്വസിച്ച്. അത്ര ടേംസാണ് ഞങ്ങൾ തമ്മിൽ. അല്ല, ഒരു ദിവസം ഒരു സംഭാഷണം എന്റെ അവൻ തന്നു. ആ സംഭാഷണത്തിൽ പറയുന്നത് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകിത്തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇല്ല, അവൻ എനിക്ക് ക്യാഷ് തരാ എന്നെ പറ്റിച്ചിട്ടിരിക്കാനാണ്. ക്യാഷ് തരാ കുറെ നാളെ എന്നെ പറ്റിച്ചിട്ടിരിക്കാണ്. അതുകൊണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചാണ് സാർ. അത് വാസ്തവില്ല സാറ്. പിന്നെ അവനെ കുറിച്ച് അന്വേഷിക്കാം. യുസി കോളേജിൽ നിന്ന് അവനൊരു മില്ലിന്ന് 12 ലക്ഷം രൂപ അടിച്ചുകൊണ്ടിട്ടുണ്ട് സാർ. വലിയ തെളിവ് വരാം, വരും നമ്പർ തരാം അയാളുടെ. ഇവന്റെ പേരിലുള്ള തെളിവ് നിങ്ങൾ എനിക്ക് തരൂ, വാട്സാപ്പിലേക്ക് ഇട്ട് തരും. ഇവൻ എന്തെങ്കിലും തരത്തിൽ ഇവനെതിരെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരൂ. 1. 2, പക്ഷെ നിങ്ങൾ വൈഫിനെ കൊണ്ട് പീഡന കേസ് കൊടുപ്പിച്ചിട്ട് വ്യാജമാണ് സാറ്. അവൻ എന്റെ വൈഫിനെ കേറി പിടിച്ചതാണ് അവൻ സാർ. എന്റെ വൈഫിനെ കേറി പിടിച്ചതാ. അല്ല, എന്നിട്ട് അത് അന്വേഷിച്ചപ്പോ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞല്ലോ നിങ്ങളെ? ഇല്ല, ഒരിക്കലും ഇല്ല. കോടതി കിടക്കുന്ന കേസാ സാറേ. കോടതിയിൽ എഫ്ഐആർ ഇട്ട കേസാണ് സാറോട് അന്വേഷിച്ചു. കോടതിയിൽ എഫ്ഐആർ ഇട്ട കേസാ സാറേ. അല്ലാതെ റെഫർ ചെയ്തെന്നാണല്ലോ ഇവൻ പറയുന്നത്. ഇല്ല, കോടതിയിൽ എഫ്ഐആർ ഇട്ട കേസാണ്. കോടതി കിടക്കുന്ന കേസാ. അവൻ നുണ പറയണതാ സാറേ. അവൻ വീടിന്റെ അടുത്ത് ഒരു 12 ലക്ഷം പഠിച്ചിട്ടുമ്പോഴുണ്ട് ഒരു മില്ലുകാരനാ. അയാളിത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അല്ല, ഇവൻ തട്ടിപ്പ് നടത്തിയെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ട് എനിക്ക് തരൂ കേട്ടോ. സാറ് ഞാൻ വിളിപ്പിക്കാം. ഇതെന്റെ അല്ല വേണ്ട, ഇതെന്റെ നമ്പർ എന്റെ വാട്സാപ്പിലേക്ക് ഇട്ടാൽ മതി. എന്തെങ്കിലും ഇവ പറ്റിച്ചാൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നമ്പറിലേക്ക് ഇട്ടാ ഞാൻ തരാം. കാരണം പുള്ളി SP ക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം സാറേ ഇപ്പൊ മറ്റേ പരാതി കൊടുത്തതിന്റെ ഇപ്പൊ എനിക്കൊരു കോപ്പി എനിക്ക് തരാന്ന് പറയുന്നുണ്ട്. ഇതാരാ? പ്രിയങ്ക എന്ന് പറയുന്ന ആളാണോ? അല്ല. ഇത് പിന്നെ ആരാ? ഇത് ജിയാസാണ്. ജിയാസ്. അയാളെ എങ്ങനെ എന്തിനു പേര് പറ്റിച്ചാണ് അയാള് മില്ല് കച്ചവടക്കാൻ വേണ്ടി ഇതുവരെപ്പോ എന്തോ ഇതിന് പൈസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. മില്ലിന്റെ കാര്യം പറഞ്ഞ് ഇയാളെന്തോ ഇതിനെ കച്ചവടത്തിൽ സാറിന് വേണ്ടി നമ്പർ ഞാൻ വിളിക്കാം. ഉബൈദുള്ള പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം പണത്തെക്കുറിച്ച് പറയുന്ന ആശയക്കുഴപ്പമാണ്. 1.5 ലക്ഷം രൂപ കാശായിട്ട് കൊടുത്തെന്ന് പറയുന്നു, പിന്നീട് 1.70 ആകുന്നു, ഓൺലൈൻ ട്രേഡിനാന്ന് പറയുന്നു, പണം കടം കൊടുത്താണെന്ന്. ഈ മൊത്തത്തിൽ ആശയക്കുഴപ്പമുണ്ട്. എന്ന് മാത്രമല്ല, തൻ്റെ ഭാര്യയെ കയറി പിടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉബൈദുള്ള ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് വ്യാജമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഞാൻ ഈ വസ്തുത അന്വേഷിക്കാൻ വേണ്ടി പിന്നെ വിളിച്ചത് ആലുവ പോലീസിലാണ്. ആലുവ CI പുതുതായി ചാർജ് എടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയില്ല, അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ കേസ് അന്വേഷിച്ച ASI സലീമിനോട് ചോദിച്ചേക്കാമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. നമ്മുടെ ഈ ഉബൈദുള്ള എന്ന് പേരുള്ള ഒരു കക്ഷി, ഉബൈദുള്ള എന്ന് പറയുന്ന ഒരു വട്ടിപ്പലിശക്കാരനാന്ന് പറയുന്നത്, കോൺഗ്രസ്സുകാരനാന്ന് പറയുന്ന ഒരു പയ്യനോട് 2,80,000 രൂപ മേടിച്ചുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒടുവില് അവനോട് 3 ലക്ഷം രൂപ രണ്ടാമത് മേടിക്കുന്നു. അവസാനം ഇവൻ കൊണ്ട് പരാതി കൊടുത്തപ്പം
ഇവന്റെ ഭാര്യ കൊണ്ട് പീഡന കേസ് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു കേസാണ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ ഉബൈദുള്ളയെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ സാറിനെ വിളിക്കാൻ കാര്യം രണ്ടാണ്. ഒന്ന്, ഈ മഞ്ജുനാഥ് സാറായിരുന്നു, അദ്ദേഹം മാറിപ്പോയി, പുതിയ CIക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിനെ കുറിച്ച് അറിയത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ സാറാണ് ഇത് കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എന്റെ ആശയക്കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഉബൈദുള്ള പറയുന്നത് ഇവൻ ഈ പറയുന്ന പയ്യൻ എന്തോ മണി ട്രാൻസ്ഫർ ഓൺലൈൻ ട്രേഡിംഗ് കൊണ്ട് മേടിച്ച കാശാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവൻ പറയുന്നത് അങ്ങനെയല്ല, ഇവൻ പലിശയ്ക്ക് മേടിച്ചതാണ്, എന്നിട്ട് കള്ളക്കേസ് കൊടുത്തു. ആ കേസ് പോലീസ് അന്വേഷിച്ചിട്ട് ഈ കള്ളക്കേസ് ഇത് സത്യം എന്താ ഇതിന് പിന്നിൽ യഥാർത്ഥം സംഭവിച്ചെന്ന് അറിയാമോ സാറേ? നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എനിക്കങ്ങനെ പറയാൻ അതില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് റിവീൽ ചെയ്യേണ്ടത്. അല്ല, അവന്റെ പേരിലുള്ള ആ പീഡന കേസ് റെഫർ ചെയ്യുന്നുള്ള സത്യമാണോ? അത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, ഞാൻ അത് പറയില്ല. അതെന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങൾ നേരിട്ട് ചോദിച്ചോ. അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിപ്പോയി, അതുകൊണ്ടാണ് ചോദിച്ചേ. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ആ കേസൊക്കെ നമ്മൾ കൊടുത്തതാ. അപ്പൊ ഇപ്പൊ നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഞാനപ്പോ അദ്ദേഹത്തെ വിളിച്ചു, നിലവിലുള്ള SHOയെ വിളിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം വരുന്നതിന് മുമ്പായിരുന്നു കേസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ SHOന്റെ അടുത്ത് എന്തെങ്കിലും പറയും. നമുക്ക് അതിനൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലേ. ശരി, അല്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ശരി, ശരി. സലീം ബോധപൂർവം ഒഴിഞ്ഞു മാറിയതാണ്. എങ്കിൽ പോലും ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്തിയപ്പോൾ സമീദ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ബോധ്യമായി. സമീദിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന ബലാത്സംഗ കേസ് വ്യാജമാണെന്നും എല്ലാ തെളിവുകളും സമീദിന് അനുകൂലമാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഈ വ്യാജ കേസ് കൊടുത്തു എന്നതുകൊണ്ട് തന്നെ ഉബൈദുള്ള പറയുന്നത് തെറ്റാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. ഉബൈദുള്ള പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീണ്ടും സമീദിനെ വിളിച്ചു ചോദിച്ചു. ഞാനിപ്പോ ഉബൈദുള്ളയോട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ നിങ്ങൾ ഓൺലൈൻ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്ന അതിന് വേണ്ടി കൊടുത്ത കാശാണ്, അങ്ങനെ ഉണ്ടോ? ഇല്ല സാർ, അങ്ങനെ ഇല്ല. സാറിന് ആ മറ്റേ ഞാൻ അയച്ചെന്ന വോയിസ് ഇല്ലേ സാറേ, അവനെ തെറി പറയുന്ന വോയിസ്, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ലേ പലിശ കൊടുക്കണം, അവനിക്ക് പൈസ കൊടുത്തോണ്ടിരുന്നത്. അവൻ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവനത് അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നു. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ, എന്റെ വീടിന്റെ അടുത്തായിരുന്നു, അവൻ എന്റെ സുഹൃത്തായിരുന്നു. പക്ഷെ അവനിക്ക് പലിശയുടെ പരിപാടി ഉണ്ട്. അവൻ പല ആളുകൾക്കും അവൻ പലിശക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പോലീസുകാർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസാണ്. അല്ല, നിങ്ങൾ ഓൺലൈൻ ട്രേഡിംഗ് ഒന്നുമില്ല? ഒന്നുമില്ല സാർ, ഓൺലൈൻ ട്രേഡിംഗ് ഒന്നുമില്ല. ഒരു ഓൺലൈൻ ട്രേഡിംഗും ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 1 ലക്ഷത്തി ഓൺലൈൻ ട്രേഡിംഗ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു 2020 എന്റെ ഒരു 12 ലക്ഷം രൂപ ഞാൻ ഓൺലൈൻ ട്രേഡിംഗില് ഓൺലൈൻ ട്രേഡിംഗിലൂടെ എന്റെ 12 ലക്ഷം രൂപ പോയി. ഞാൻ ആ പ്രതിക്കെതിരെ കടവന്ത്ര സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവളെ 84 ദിവസം ജയിലിലിട്ടു. അതേ കേസ് മറുനാടിലും വന്നിട്ടുണ്ട്, മാതൃഭൂമിയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അറിയാം, മനസ്സിലായോ? ഈ ഉബൈദുള്ളക്ക് അറിയാം. അല്ല, അതാണോ അയാൾ എന്നോട് പറഞ്ഞ ആരോ നിങ്ങൾ 12 ലക്ഷം രൂപ പറ്റിച്ചു, ഒരു സ്ത്രീ പറ്റിച്ച് പരാതി കൊടുത്തു, അതിതാണോ? സ്ത്രീ പറ്റിച്ചുകൊണ്ട് പോയി. അത് സാറിന് അറിയാം സാറേ, മറുനാടൻ മലയാളിയിൽ ഓൾറെഡി അത് ന്യൂസ് വന്നതാണ് 2021 22 അതായത് മൊത്തം 3.5 കോടി രൂപയോളം അവള് പറ്റിച്ചുകൊണ്ട് പോയി. അതായത് കളക്ടറിന്റെ പരീക്ഷ ഒരു പ്രിയങ്ക എന്ന് പറഞ്ഞ ലേഡി, അവള് 84 ദിവസം അവള് ജയിലിൽ കിടന്നതാ. ഞാൻ മർച്ചനേവിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഓ, പ്രിയങ്ക ഈ എന്തോ അമേരിക്കൻ കണക്ഷൻ കണ്ടുള്ള സ്ത്രീയാണോ? അല്ലല്ല, അതല്ല സാർ. ഒരു IAS കോച്ചിങ്ങിന് പോയ പ്രിയങ്ക ഒടുവിൽ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞിട്ട് മറുനാടൻ മലയാളി കേസ് കൊടുത്തതാ. ഒത്തിരി വാർത്ത വരുന്നൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ആ കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ പോയത്? ഇല്ല സാർ, അതിപ്പോ പോലീസ് പറയുന്നത് അതിപ്പോ കേസ് അടക്കമാണ്. അതിപ്പോഴും നമ്മൾ 420 കേസ് എടുത്ത് പോലീസ് കേസ് അടക്കുന്നുള്ളൂ. നിങ്ങൾക്കെതിരെ വേറെ എവിടെയെങ്കിലും ആരെങ്കിലും പരാതി കൊടുത്ത എന്തെങ്കിലും FIR ഉണ്ടോ? ഒരു FIR ഇല്ല സാർ. എനിക്കുള്ള ആകെയുള്ള ഒരു FIR ഇവന്റെ ഭാര്യ കൊടുത്ത ഒറ്റ FIR ഉള്ളൂ. ഈ ആലുവ UC കോളേജിലും കണ്ട ആരാണ്ട് നിങ്ങൾ ആരോ പറ്റിച്ചു എന്ന് പറഞ്ഞ അയാൾ എന്നോട് പറഞ്ഞതോ? സാർ, അതെല്ലാം അവൻ തട്ടിപ്പ് പറയുന്നതാണ്. അതിനൊന്നും FIR ഒന്നും വീണിട്ടില്ല. അവൻ ഓരോരോ കഥകൾ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1,70,70,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നെന്ന് പറയുന്നതോ? സാർ, അതവൻ പറയുന്ന ഓരോരോ മുട്ടപ്പൊട്ടി ന്യായങ്ങളാണ്, മനസ്സിലായില്ലേ? അതായത് തെളിവായിട്ട് അവന് ഒരു പൈസയും എനിക്ക് തന്നിട്ടില്ല ക്യാഷ് ആയിട്ട്. പോലീസ് ഓൾറെഡി കുബേരൻ കേസിൽ തെളിവുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പൈസ അവൻ ക്യാഷ് ആയിട്ട് എനിക്ക് തന്നിട്ടില്ല. എനിക്ക് അവൻ തന്ന 2,80,000 രൂപ അവൻ പാർട്ടിക്കാരനായിട്ട് അവൻ കളിക്കുന്നുണ്ട് സാറേ. ശരി, അടുത്തത് അവൻ പറയുന്നു നിങ്ങളുടെ കേസ് റെഫർ ചെയ്തിട്ടൊന്നുമില്ല, കോടതിയിലാണ്. അവന്റെ ഭാര്യയെ നിങ്ങൾ കയറി പിടിച്ചതിന് പേരിൽ കേസ് കോടതിയിലാണ് റെഫർ ചെയ്തതിന്റെ ഓർഡർ നിങ്ങളുടെ കയ്യിലുണ്ടോ? സാറേ, റെഫർ ചെയ്തതിന്റെ കോർണർ ഞാൻ ഓൾറെഡി വക്കാലത്ത് കൊടുത്ത് എനിക്കത് തിങ്കളാഴ്ച അതിന്റെ പേപ്പർ കിട്ടും. റെഫർ ചെയ്ത പേപ്പർ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലർക്കായിട്ട് സംസാരിച്ചപ്പോ എന്തോ RC പിടിച്ചിട്ടില്ല. RC പിടിച്ച് മജിസ്ട്രേറ്റ് കണ്ട് റെഫർ ചെയ്യാതെയാണ് നിങ്ങൾ. ഞാനിപ്പോ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുകയും ഒരു സെക്കൻഡ് ഞാൻ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുകയും ഇത് റെഫർ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദോഷമായി വരുമെന്ന് അറിയാമല്ലോ അല്ലേ?
റെഫർ ചെയ്യാതെയാണ് റെഫർ ചെയ്ത് നിങ്ങൾ പറഞ്ഞതെങ്കിൽ റെഫർ ചെയ്യാതെയാണ് റെഫർ ചെയ്ത് അല്ല, പറഞ്ഞത്. റെഫർ വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഓൾറെഡി റെഫർ റിപ്പോർട്ട് കോടതിയിൽ മതി കൊടുത്തു. മതി അത് മതി ഓക്കേ. കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് അല്ലെ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സാർ എനിക്കൊരു PC സപ്ലൈ ആണെങ്കിൽ പോലും ഇത് 376 കിടക്കുവാണ്. അപ്പൊ പറയാം ഞങ്ങൾ ഓൾറെഡി റെഫർ റിപ്പോർട്ട് കൊടുത്തു. ആദ്യം റെഫർ റിപ്പോർട്ട് കൊടുത്തപ്പോ ഡിവൈഎസ്പി തിരിച്ചയച്ചു. കാരണം ഒരു പെണ്ണിന്റെ മൊഴി ആയതുകൊണ്ട് വീണ്ടും രണ്ടാമത് ഒന്നുകൂടി അന്വേഷിക്കാൻ പറഞ്ഞു. 2 അയൽവാസികളുടെ മൊഴി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. 2 അയൽവാസികളുടെ വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. ഒന്നുകൂടി പുനരന്വേഷണത്തിന് വെച്ചു. അതിനുശേഷം വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് അന്വേഷിച്ചതിന് ശേഷമാണ് റെഫർ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ റെഫർ റിപ്പോർട്ട് കണ്ടോ? ഇല്ല. നിങ്ങൾ റെഫർ റിപ്പോർട്ട് കണ്ടോ? ഇല്ല. റെഫർ റിപ്പോർട്ട് എനിക്ക് റെഫർ റിപ്പോർട്ട് കിട്ടാനായിട്ട് ഞാൻ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളൂ സാർ കോടതിയിലേക്ക്. എനിക്കത് കിട്ടും, തിങ്കളാഴ്ച കിട്ടും റെഫർ റിപ്പോർട്ട്. സാർ ധൈര്യമായിട്ട് ന്യൂസ് കൊടുത്തു സാർ. എനിക്ക് ഒരു പേടിയില്ല. ഞാൻ നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ശരി, ഓക്കെ. ഇക്കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഉബൈദുള്ളയോട് ചോദിച്ചു. അപ്പോൾ ഉബൈദുള്ള ഇങ്ങനെ പറഞ്ഞു. ഉബൈദേ സാർ നമസ്കാരം. സാറ് വായിച്ചു വെക്കില്ലേ? അവർ പരാതി കൊടുത്ത SP കൊടുത്തോ? പരാതി കണ്ടു, പക്ഷെ പരാതി കൊണ്ടോ കാര്യമുണ്ടോ? പരാതിയുടെ പേരിൽ FIR ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, അവര് പരാതി പോയി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നവരാ. ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവർ പറഞ്ഞത് യാതൊരു എവിഡൻസും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷിച്ചപ്പോ. മാത്രമല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നല്ലോ, ഒരു ജിയാസ്. അയാളുടെ പണമൊക്കെ തിരിച്ചു കൊടുത്തെന്നാണല്ലോ പറയുന്നത്. അക്കൗണ്ടിൽ പൈസ കൊടുത്തെന്ന് അവരെ തെളിവുണ്ടെന്നാണ് പറയുന്നത്. സാറെ കൊടുത്തിട്ടില്ല പൈസ. ഈ ഇവരെന്ന് പറഞ്ഞാ ഇവരില്ലേ ഇപ്പൊ ഈ ഇത്ത അവരൊക്കെ ഹജ്ജ് ചെയ്തതാ. അവര് അവരൊന്നും ഒരിക്കലും നുണ പറയില്ല. അവര് ഹജ്ജ് ചെയ്തതാ. നല്ലൊരു സ്ഥലത്ത് പോയിട്ട് അവര് നല്ല സ്ഥലത്ത് പോയിട്ട് വന്ന മറ്റൊന്ന് മദീനയുടെ മക്കൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വന്നു. ഞാനല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെന്നാണ് പറയുന്നത്. പോലീസിനോട് ഞാൻ ചോദിച്ചപ്പോ അവർക്കും ഇതാകപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണം പ്രത്യാരോപണം സംശയം. അവര് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതാണ് പറഞ്ഞ സാറേ, അവന്റെ പണി ഇതാണ് സാറേ. ആളുടെ കാശ് മേടിച്ചിട്ട് അവന്റെ പണി ഇതാണ് സാറേ. ശരി, ഞാൻ മനസ്സിലായോ? അവൻ നമ്മുടെ പുറകെ നമ്മള് ഇന്നൊരവനെ ഉപദ്രവിക്കാൻ നടന്നില്ല. അവൻ എന്റെ അത്ര കൂട്ടുകാരനായിട്ട് അവൻ നമ്മുടെ വൈഫിനെയും കയറിപ്പിച്ചു. അത് കണ്ടിട്ട് നമ്മളവൻ മുതലാക്കിയിട്ടാണ് പോയത് സാറേ. ശരി, ഞാൻ നോക്കട്ടെ. അതാ അപ്പൊ സാറൊന്ന് നോക്കട്ടെ. എന്തായാലും സമീദിന് നീതി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇടപെടലൊന്നും ആവശ്യമില്ല. ഇനി സമീദിന് ആവശ്യമുള്ളത് ഉബൈദുള്ള എന്ന പേരുള്ള കോൺഗ്രസ് നേതാവ് അവിടെ ഇപ്പോഴും ആളുകളെ പറ്റിച്ച് കഴിയുന്നതിലാണ്. ഈ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ രേഖകൾ പരിശോധിച്ചപ്പോൾ ഉബൈദുള്ളയുടെ ഭാഗത്തല്ല സമീദിന്റെ ഭാഗത്താണ് ന്യായമെന്ന് ബോധ്യമായി. ദയവായി VD സതീശനും കോൺഗ്രസ് നേതാക്കളും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമൊക്കെ ഇത് ഗൗരവത്തോടെ എടുക്കണം. ഇത്തരത്തിലൊരു വട്ടിപ്പലിശക്കാരൻ കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്നാൽ അത് കോൺഗ്രസിന് നാണക്കേടാണ്.